ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് അക്ഷരമുറ്റം ക്വിസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്ന് ഇതുവരെ എത്ര പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? ഉത്തരം: കേരളത്തിൽ നിന്ന് 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഗ്രാൻഡ് മാസ്റ്റർ എന്ന അഭിമാനകരമായ പദവി നേടിയ ആദ്യ ഇന്ത്യൻ ചെസ് താരം ആരാണ്? ഉത്തരം: വിശ്വനാഥൻ ആനന്ദാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന പദവി നേടിയ ആദ്യ ഇന്ത്യൻ ചെസ് താരം. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: വയലോപ്പള്ളി ശ്രീധരമേനോനാണ് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്ന് അറിയപ്പെടുന്നത്. 1983 ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചത് ആരാണ്? ഉത്തരം: കപിൽ ദേവ്. ഏത് വർഷമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ രാജീവ് ഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്? ഉത്തരം: 1985 സെപ്റ്റംബർ 7 സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. വ്യക്തികളെ കൂടാതെ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന നൊബേൽ സമ്മാനം 1 മാത്രമേ ഉള്ളൂ. ഏതാണത്? ഉത്തരം: സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. കേരള ഹൈക്കോടതിക്ക് കേരളത്തിന് പുറത്ത് അധികാര പരിധിയുള്ള സ്ഥലം ഏതാണ്? ഉത്തരം: ലക്ഷദ്വീപ് കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ള സ്ഥലമാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? ഉത്തരം: 1936. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. മദ്യപാനം ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം: മദ്യപാനം കരളിനെയാണ് ബാധിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം: ഗോവയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം. വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടലിൽ തകർന്ന വിദ്യാലയത്തെക്കുറിച്ച് കേട്ടല്ലോ. വിദ്യാലയമുള്ള സ്ഥലപ്പേര് എഴുതുക. ഉത്തരം: വെള്ളാർമല. സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? ഉത്തരം: അഡ്വക്കേറ്റ് പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ. കേരള ലോട്ടറി വകുപ്പിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം ഏത് ജീവിയാണ്? ഉത്തരം: പുൽച്ചാടിയാണ് കേരള ലോട്ടറി വകുപ്പിന്റെ പുതിയ ഔദ്യോഗിക ചിഹ്നം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഉത്തരം: ലക്ഷദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.